ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് കേസരി ചാപ്റ്റർ 2. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാർ, റെജീന കസാൻഡ്ര, ആർ മാധവൻ, അനന്യ പാണ്ഡെ, സൈമൺ, ഇതൊരു ഇംഗ്ലീഷ് ആക്ടറാണ്, പാസ്ഡേ എന്നും കൂടെ ഉണ്ട്, സൈമൺ പാസ്ഡേ, പിന്നെ അലക്സ് ഓനെൽ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇയാളെ, അത്യാവശ്യം ഫേമസ് ആണ്. ഒന്നുമില്ലടേ, നമ്മുടെ ലൂസിഫറിൻ്റെ സിനിമയിലടേ, നമ്മുടെ ലണ്ടൻ്റെ ആ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻ്റർപോൾ ഓഫീസറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എംബ്രാൻ സിനിമയിൽ ലാലട്ടൻ്റെ ഇൻട്രോയിലൊന്നും ലാലട്ടൻ അങ്ങനെ കഴിച്ചു വന്നത് വേറെ പറ്റി. അങ്ങനെ ഫേമസ് ആണെങ്കിൽ ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് കരൺ സിംഗ് ത്യാഗി എന്ന് പറഞ്ഞ ഒരാളാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ശശ്വത് സച്ദേവ് എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങേരിന് മുമ്പ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് യൂറി ദ സ്ട്രൈക്ക്, അറ്റാക്ക്, കിൽ, ഈ 3 പടത്തിലും അങ്ങേരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ 3 ഈ കമ്പോസ് ചെയ്ത സിനിമകളിൽ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളൂ, കണ്ട് നോക്കിയത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫയറിങ് മൂവി ആഫ്റ്റർ എമ്പുരാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എമ്പുരാൻ കണ്ടിട്ട് ഇത്രയും ഫയർ ആവണ മൂവി വരുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ബട്ട് ഐ സർപ്രൈസ്ഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു ലാഗും ഇല്ല. അമ്മാതിരി അടിച്ചു പൊളിച്ചിട്ടുണ്ട് അദ്ദേഹം, അമ്മാതിരി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇത് ജാലിയൻവാല ബാഗിനെ കുറിച്ചാണ്. ജാലിയൻവാല ബാഗിനെ ബേസ്ഡ് ആയിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊരു ബയോപിക്കും കൂടിയാണ്. മീൻസ് നിങ്ങൾക്കറിയാം, ജാലിയൻവാല ബാഗ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ബയോപിക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇതൊരു ലോയറിൻ്റെ കൂടെ ബയോപിക്കും കൂടിയാണ്. ലോയർ ശങ്കരൻ നായർ. അങ്ങേരിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അങ്ങേര് ഈ കേസിന് വേണ്ടി ജനറൽ ഡയറിനെ വരെ ഊക്കിവിട്ട ഒരു ലോയറാണ് അങ്ങേര് കാരണം ഒരുപാട് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഉണ്ടായി. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത്, ജാലിയൻവാല ബാഗിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ജസ്റ്റിസ് നേടിക്കൊടുത്ത ഒരു ലോയറാണ് ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അങ്ങേരുടെ ബയോപിക്കും കൂടിയാണ്. പിന്നെ പടത്തിൽ ഒരു നെഗറ്റീവ് ഇതിലുണ്ടോയെന്ന് ചോദിച്ചാൽ നോ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ പടം ഞാൻ PVR-ൽ 10:35 ഷോയ്ക്കാണ് കയറിയത്. ലുലു മാളിലല്ല, സിനിപ്പോളീസിലാണ്, മാറിപ്പോയി. സിനിപ്പോളീസ് സെൻട്രൽ സ്ക്വയർ മാളിലാണ് ഞാൻ പോയി കണ്ടത്. എന്തായാലും ഐ ലവ് ദിസ് മൂവി. ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടോ PVR-ന്ന്. ഞാൻ ഇപ്പോഴാണ് ഇത് നോക്കിയത്, ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയത്. സോറി. എന്തായാലും ഉറക്കം വരുന്നുണ്ട്, ഞാൻ എന്തായാലും കിടക്കട്ടെ. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി, അനന്യ പാണ്ഡെ എന്ന് പറഞ്ഞ ഒരാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അവരാരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കാരണം ആകെ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ മാത്രമാണ്. പിന്നെ കണ്ടിരിക്കണ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആകെ അവരുടെ 3 പടമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ 2, ഇനി മുമ്പത്തെ കാര്യമുണ്ട് ഞാൻ പറയണത്. സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ 2,
ലൈഗർ, പിന്നെന്തോന്ന് എൻ്റെ പേര്, ഗഹരയാണ്. അല്ല ഗഹരയാണ് എൻ്റെ ലൈഗറും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതെന്ത് ഇറ്റ്സ് എ ടോർച്ചർ മൂവീസ്. പിന്നെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ പടം അങ്ങനെ കിടന്നുണ്ട് അത്ര. പക്ഷെ അതിൽ വലിയ ഷോ വരുന്നത് വേറെ കാര്യം. അവർക്കൊരു കംബാക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ വേറെ പടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അക്ഷയ് കുമാർ ബഡേമിയ ചൊട്ടേമിയ തൊട്ടി നല്ല നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ OM ചുറ്റു നൈസിയുടെ ഡെയിലി ഒരു പടം ഇറക്കി. അതിൻ്റെ ശേഷം അങ്ങനെ കംബാക്ക് എടുത്താണ്. പക്ഷെ അതിന് ശേഷം എന്തിനാണ് നിങ്ങൾ മിഷൻ മെട്രോണിക് എഞ്ച് എന്ന് പറഞ്ഞ സിനിമ ഇറക്കി എനിക്ക് ഇട്ടിട്ട് മനസ്സിലില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബഡേമിയ ചൊട്ടേമിയ എനിക്കൊരു കംബാക്കായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് സർഫിരയാണെങ്കിലും കേൾക്കലുമേ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ സ്കൈ ഫോഴ്സ് അത്യാവശ്യം നൈസ് പടമായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് എക്സ്പീരിയൻസ് സിനിമയാണ്. ഇവിടെ എൻ്റെ ഓൾറെഡിയിലാണ് ഞാൻ ഉണ്ട്. ഞാൻ ചേച്ചിയും ഓൾറെഡി കണ്ടിട്ട് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയില്ല. അതായത് സ്കൈ ഫോഴ്സും ഇതും എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം വെരി ഹാപ്പി. പിന്നെ ബഡേമിയ ഞാൻ ഓൾറെഡി കണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചെടുക്കണം, കാരണം അത് ഞാൻ റീവാച്ചിന് ശേഷമാണ് റിവ്യൂ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, 6 മാസമായി അങ്ങേരുടെ ഇതിപ്പോൾ എന്താ സംശയം ശരിയാണെങ്കിൽ അങ്ങേര് വില്ലനായിട്ട് അഭിനയിക്കുന്നത് 3ാമത്തെ വർഷം തോന്നുന്നു. കാരണം അങ്ങേര് ഇതിന് മുമ്പ് ഞാൻ കണ്ടിരിക്കണത് വില്ലനായിട്ട് കണ്ടിരിക്കുന്ന 2 പടങ്ങളില്ല. എന്താ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സാവ്യ സാച്ചി, അത് നാഗചൈതന്യയുടെ അപ്പൻ പടമാണ്. പിന്നെ 2 ഷെയ്ത്താൻ, അത് അജയ് ദേവൻ്റെ പടമാണ്. വഷിൻ എന്ന് പറയുന്ന ഒരു ഗുജറാത്ത് സിനിമയുണ്ട്, അതിൻ്റെ റീമേക്ക് കൂടിയാണ്. അത് രണ്ടും അടിപൊളിയാണ്, റീമേക്കും അടിപൊളിയാണ്, ഒറിജിനൽ അടിപൊളിയാണ്. അതിനുശേഷം വില്ലനായിട്ട് വന്നത് ഇതിലൂടെയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് വേറെ ഏതെങ്കിലും പടത്തിൽ ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ രജനി സാൻഡ്ര നായികയാണ്, മീൻസ് അക്ഷയ് കുമാറിൻ്റെ ഭാര്യ. തിയേറ്ററോടാണ് ചെയ്തിരിക്കുന്നത്. അവർ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ 2ാമത്തെ ഹിന്ദി പടമാണ്. അവർക്ക് ഇനിയും നല്ല നല്ല പടങ്ങൾ ഹിന്ദിയിൽ കിട്ടട്ടെ എന്ന് വിശ്വസിക്കാം. പിന്നെ അലക്സോനല്ല് അങ്ങേരെ ഇടയ്ക്ക് വരും ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നാൽ അങ്ങേരെ മലയാളം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈമൺ പാസ് ഡേ, അങ്ങേര് വില്ലനാണ്, മീൻസ് ജനറൽ ഡയറുടെ ക്യാരക്ടറാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. അങ്ങേര് അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എന്താണോ ഡയറക്ടർ പറഞ്ഞത് അങ്ങേര് അത് മര്യാദ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മാധവൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പൊളിച്ചടക്കിയിട്ടുണ്ട് അങ്ങേര്. അങ്ങനത്തെ പേര് നെവിൽ മെക്കൻസി. അത് ഞാൻ പറഞ്ഞത് ഇത് ബയോപിക്കാണ്. ബയോപിക് എന്ന നിലയിൽ കാണുക, അല്ലാതെ ഇതൊരു മാസ് മീൻസ് ജനഗണമന പോലെയോ ഇല്ലെങ്കിൽ അതിൻ്റെ പേരെന്ത് ക്യൂൻ പോലത്തെ ഒരു കോർട്ട് റൂം ഡ്രാമ, അങ്ങനത്തെ ഒരു കോർട്ട് റൂം ഡ്രാമ അല്ല ഉദ്ദേശിച്ചത്. പകരം ഒരു JBയൊക്കെ കാണുന്ന ഒരു വിധത്തിൽ ഇരുന്ന് കാണുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമുക്കറിയാം JB എന്ന് പറയുന്ന ഒരു ബയോപിക്കാണ്, ഇതും ഒരു ബയോപിക്കാണ്. അപ്പോൾ ആ ഒരു ടച്ചിലിരുന്ന് കാണാം. അല്ലാത്ത പക്ഷം അല്ലാതെ ക്യൂനും ജനഗണമന ഞാൻ ഓളപ്പടം എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല പടങ്ങളാണ്. പക്ഷേ അത് 2 ബയോപിക്സ് അല്ല, അത് ഫിക്ഷനലാണ്. അതാണ് ഡിഫറൻസ്. അതുകൊണ്ട് ഒരു ബയോപിക് JB പോലത്തെ ഒരു കോർട്ട് റൂം ഡ്രാമയാണെന്ന് വിചാരിച്ച് പോവുക. മറ്റേത് മാസ്റ്റർ പീസസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ല അത് അങ്ങനെ വിചാരിക്കരുത്. അത് വേറെ ബയോപിക്സ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അത് നമ്മത്തെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ.
ഡെൽറ്റ വസ്കസ്.